കലാഭവൻ നവാസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കലാകാരനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കലാകാരനായിരുന്നു. കാരണം മിമിക്രികളിലൂടെയും സിനിമകളിലൂടെയൊക്കെ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തൊരു കലാകാരൻ തന്നെയായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ കുറച്ച് മാസമായിട്ടുള്ളൂ പുള്ളി മരിച്ചിട്ട്. അപ്പോൾ പുള്ളി മരിച്ചതിന് ശേഷം നമ്മൾ പുള്ളിയുടെ ഫാമിലി ഒന്നും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം അതിന് മുമ്പ് വരെ ഈ പറഞ്ഞിട്ടുള്ള നവാസിൻ്റെ വൈഫ്, കലാഭവൻ നവാസിൻ്റെ വൈഫ് രഹന, അപ്പം പുള്ളിക്കാരിയുടെ ഇവർ രണ്ടിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മരിച്ചതിന് ശേഷം ഇപ്പം കഴിഞ്ഞ ദിവസം ഓൺലൈൻ മീഡിയാസിൽ ഓൺലൈൻ മീഡിയാസിൽ ഞാൻ ഇവരെ കാണാനിടയുണ്ടായി. ഈ കലാഭവൻ നവാസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് പുള്ളി അഭിനയിച്ച ഒരു സിനിമ, ആ സിനിമയെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നി. ഇതുവരെ ഒന്നും ഞാൻ ഇവർ തിയേറ്ററിനകത്ത് ഫാമിലിയായിട്ട്, കലാഭവൻ നവാസ് ഫാമിലിയായിട്ട് വരുന്ന സിനിമ കാണുന്നതോ അല്ലെങ്കിൽ നവാസ് അങ്ങനെ തിയേറ്ററിൽ വരുന്നതായിട്ടോ ഒരു ബൈറ്റിനകത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരു ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരു ഷോട്ടിനകത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇത് പുള്ളിയുടെ അവസാനത്തെ സിനിമ ആയതുകൊണ്ടായിരിക്കാം ആ ഭാര്യയും രണ്ട് മക്കളും സ്നേഹത്തോടെ വന്ന് കണ്ണുകളോടെ ആ സിനിമ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഓൺലൈൻ മീഡിയാസ് ഇവരെ ഇവരെ ബൈറ്റ് എടുക്കുന്നത്. ഇവരുടെ അടുത്ത് എന്തോ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട്, ഓൺലൈൻ മീഡിയസിനകത്ത് കുറ്റം പറയുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഓൺലൈൻ മീഡിയസിനൊന്നും കുറ്റം പറയുമല്ല. ഇത് ഞാൻ വേറൊരാളുമായിട്ട് ഇവരുടെ ലൈഫ് ഞാനൊന്ന് കമ്പയർ ചെയ്യുവാണ്. ഇപ്പോൾ ഓൺലൈൻ മീഡിയാസ് ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം എല്ലായിടത്തും ഓൺലൈൻ മീഡിയാസ് ഉണ്ടേ. മരണം ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എത്രയോ ആളുകൾ മരണം വിട്ടുവരെ കാശാക്കുന്നുണ്ടല്ലേ. ഇവിടെ ഇത് എനിക്കങ്ങനെ തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം ഇവർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ വെച്ച് തരാം. ഇപ്പം ഓൺലൈൻ മീഡിയാസ് ആരെങ്കിലും എന്തോ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇവർ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു പൊട്ടി കരയുന്നുണ്ട്. നവാസിൻ്റെ കാര്യം എന്തോ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത്, സിനിമ എങ്ങനെ ഉണ്ടെന്ന് അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് കാരണം പൊട്ടി കരയുവാണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ ഓർമ്മകളിൽ, നവാസിൻ്റെ ഓർമ്മകളിൽ പുള്ളിക്കാരി എങ്ങോട്ടൊക്കെയോ ഒരു നിമിഷം ചിന്തിച്ചു പോയി. അങ്ങനെ പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞ് അങ്ങനെ ആ മകൻ വന്ന് ആശ്വസിപ്പിക്കുന്ന ആ ഒരു രംഗമാണ് ഇവിടെ കണ്ടത്. അപ്പോൾ കുറേ ആളുകൾ കമൻ്റൊക്കെ ഇടുന്നുണ്ട്, ഓൺലൈൻ മീഡിയസിന് വേറെ പണിയൊന്നുമില്ല, അവരെ പ്രൈവസിയിലേക്ക് എന്തിനാ കടന്നു കയറുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ത് പബ്ലിക്കിൽ നടന്നാലും അവിടെ എവിടെയാണെങ്കിലും ഓൺലൈൻ മീഡിയാസും കാര്യങ്ങളും ക്യാമറകളും എല്ലാം ഉണ്ട്, പബ്ലിക്കാണ്. നമുക്കപ്പോൾ മരണം വിട്ട് കാശാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പം ഇപ്പം ഇതുപോലുള്ള ഓൺലൈൻ മീഡിയാസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ ആളുകളെ കാണാനും ഓരോ ആളുകൾ എന്താണ് പബ്ലിക്കിൽ നടക്കുന്ന കള്ളങ്ങളും തട്ടിപ്പുകളെല്ലാം നമുക്ക് അറിയാൻ തന്നെ സാധിക്കുന്ന ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ ഇതൊക്കെ കൊണ്ട് തന്നെ ആണ് അല്ലേ. ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം നടന്നാൽ തന്നെ അവിടെ ഒരു ലൂപ്പ് ഹോള് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയാസിൻ്റെ വീഡിയോസൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനോട് ഞാൻ കുറ്റം പറഞ്ഞില്ല. പിന്നെ ഓൺലൈൻ മീഡിയാസ് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പ്രൈവസി, ചില ആളുകളുടെ സ്ത്രീകളുടെയൊക്കെ പ്രൈവസി, അനാവശ്യമായിട്ടുള്ള അവരുടെ ശരീരത്തിൻ്റെ ഓരോ ഷോട്ടുകൾ എടുക്കുന്നതും. ഇതിനു മുമ്പ് ഞാനൊരു ദിവസം ജയറാമിൻ്റെ മകൾ പുള്ളിക്കാരിയുടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് വരുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന സമയത്ത് അപ്പം ആ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു പ്രൈവസിയെ മാനിച്ച് അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ചർച്ചയാവും എന്നൊക്കെ ഇത് കണ്ടിട്ട് അതൊക്കെ ഒഴിവാക്കി കളയാമായിരുന്നു. പക്ഷെ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇതിനോട് ഇപ്പം ഇവരെ വന്നിട്ട് ബൈറ്റ് എടുക്കുക, അവരെ വിഷ്വൽ എടുക്കുക, അപ്പം അവരോട് എന്തെങ്കിലും ചോദിക്കുക, അപ്പോൾ അതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഇവിടെ ഞാൻ മെയിനായിട്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്ന സമയത്ത് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഞാനിപ്പോൾ ഓൺലൈൻ മീഡിയാസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ അല്ല. പക്ഷേ ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സാധനത്തിന്, ഒരു ജീവിയാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഒരു ജീവി ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു പൊതുശല്യം എന്ന് വേണമെങ്കിൽ പറയാം. രേണു സുധീനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനിപ്പം ഈ ഒരു നവാസിനെ കുറിച്ചൊന്ന് പറഞ്ഞപ്പം തന്നെ അപ്പം തന്നെ വികാരഭരിതയായിട്ട് വിങ്ങിപ്പൊട്ടുന്ന ആ രഹനയുടെ ആ ഒരു രൂപം കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ രേണു സുധിയിലേക്ക് ഒന്ന് പോയി. ഇവിടെ തൻ്റെ ഹസ്ബൻഡിനെ വിറ്റ് പൈസയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അന്ന് തൊട്ട് സുധി മരിച്ച പിറ്റേന്ന് തൊട്ട് കുറേ ക്യാമറയും കൊണ്ട് ഇറങ്ങി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ആ സുധിയുടെ ആ ഒരു വിയോഗം വിറ്റ് പൈസയാക്കിക്കൊണ്ടിരുന്ന് ഇപ്പോഴും അന്ന് മറ്റുള്ളവരിലൂടെയാണ് അത് വിറ്റ് പൈസയാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് സ്വന്തമായിട്ട് സുധിയുടെ മരണം വിറ്റ് പൈസയാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വന്തമായിട്ട് വിറ്റ് പൈസയാക്കിക്കൊണ്ടിരിക്കുകയാണ് രേണു സുധിയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ നോക്കിയേ, ആ രഹന എന്ന് പറയുന്ന ആ സ്ത്രീക്ക് എത്രത്തോളമാണ് ആ മനുഷ്യനോടുള്ളൊരു സ്നേഹം, ആ നവാസിനോടുള്ള സ്നേഹമെന്ന് അവരെ ആ സങ്കടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവർ ഇത്രയും ഇപ്പം കലാഭവൻ നവാസ് മരിച്ച് ഇത്രയും നാളായിട്ട് അവരൊരു ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല. അവർ പബ്ലിക്കിൽ വന്നിട്ട് കലാഭവൻ നവാസിൻ്റെ വൈഫാണ്, ഭാര്യയാണ്,
നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെവിടെയെങ്കിലും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഒരിടത്തും കണ്ടില്ല. അതാണ് സ്നേഹമെന്ന്, പ്യുവറായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഇപ്പം റീസെൻ്റായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു, എന്തോ എനിക്ക് കാമുകനുണ്ടോ, ഞാൻ എന്തോ കല്യാണം കഴിക്കാൻ പോവാണ്, കാമുകനുണ്ട്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ദുബായിൽ പോകുന്നു, യു കെയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഒരു ഒരു തൻ്റെ ഹസ്ബൻഡിനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന തൻ്റെ ഹസ്ബൻഡ് വഴി കിട്ടിയ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പദവിയും ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും, അതിനോട് പോലും ഒരു ആത്മാർത്ഥത ഇല്ലാതെയാണ് ഈ രേണു സുധി വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് കൊല്ലം സുധിയെ വിറ്റ് പൈസ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്കിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. കാരണം എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് അവരെയാണ് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ് കൊല്ലം സുധിക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ള ആളുകൾ, കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുത്തിട്ടുള്ള ആളുകളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറും അനാവശ്യം റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് അതിനുശേഷം അങ്ങനെ കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ബിഗ് ബോസിലേക്ക് പോകുന്നു. ബിഗ് ബോസിൽ പോകാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഇവർ ബിഗ് ബോസിലോട്ട് പോകുന്നു. ബിഗ് ബോസിൽ പോയിട്ട് അവിടെ ഒട്ടും നിൽക്കാൻ വയ്യാതെ അവിടുന്ന് ചാടി വെളിയിലോട്ട് വരുന്നു. 5-10 ദിവസം ബിഗ് ബോസിൽ നിന്നിട്ട് അവിടുന്ന് ബിഗ് ബോസ് തന്നെ എടുത്ത് ഇവരെ പുറത്തോട്ട് കളയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പിന്നെ എപ്പോഴൊക്കെയോ ഇവരെ റീച്ച് ഡൗൺ ആവുകയാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാഞ്ഞു പോകാമെന്ന് തോന്നിയപ്പോഴത്തേക്ക് വീണ്ടും ഓരോ നെഗറ്റീവ് ആരോപണങ്ങളായിട്ട് ഇവർ തന്നെ സ്വന്തം ഓരോ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒന്ന് നോക്കി ഈ കലാഭവൻ നവാസിൻ്റെ വൈഫ് രഹനയും ഈ കൊല്ലം സുധിയുടെ വൈഫ് എന്ന് പറയുന്ന ഈ രേണുവിനെയും നിങ്ങളൊന്ന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇതിൽ സത്യത്തിൽ ആരാണ് ഇവിടുത്തെ യഥാർത്ഥ ഹ്യൂമൻ ബീയിങ്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള ഒരു മനുഷ്യ സ്ത്രീ എന്ന് സ്വന്തം ഹസ്ബൻഡിനോട് സ്നേഹമുള്ള ഒരു മനുഷ്യ സ്ത്രീ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇതിൽ ആരാണെന്ന്. അതിനകത്ത് ഒന്നും പറയാനില്ല, ഈ രഹന തന്നെയാണ് അല്ലേ. എത്രയും എനിക്ക് തോന്നുന്നു കലാഭവൻ നവാസിനെ പോലെ ഇത്രയും എനിക്ക് തോന്നുന്നു സിനിമയിലൊന്നും ഇത്രയും പിടിപാടുള്ള നല്ല അത്യാവശ്യം നല്ല എല്ലാ ആർട്ടിസ്റ്റുകളും അത്യാവശ്യം നല്ല കലാകാരന്മാരായിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് ഈ കലാഭവൻ നവാസ് അല്ലേ. എന്നിട്ട് പോലും ഈ കലാഭവൻ നവാസിൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഈ വൈഫ് ആയിക്കോട്ടെ, ഇവരാരും ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിലോട്ട് വരാനോ അല്ലെങ്കിൽ ഈ സിനിമയിലോട്ട് വരാനോ കലാഭവൻ നവാസ് എന്നുള്ള ഒരു വ്യക്തിയെ വിറ്റ് ജീവിക്കാനോ അവരാരും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എവിടെയും രംഗത്ത് വരുന്നത്. ഇവിടെ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തി എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും രേണുസുധിയുടെ ഒരു റീസെൻ്റ് ആയിട്ട് കണ്ടൊരു ക്ലിപ്പ്, ഒരു ചെറിയൊരു ബയറ്റ് ഞാൻ ഇവിടെ വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയത്. ചേട്ടനോടൊപ്പം ഞാൻ പറയുമല്ലോ, സുചേട്ടൻ ലാസ്റ്റ് ചേട്ടന്റെ സൗണ്ടിലൊക്കെ സംസാരിക്കുമ്പോൾ മഹാനടൻ എനിക്ക് ഭയങ്കര പ്രണയമാണ് അദ്ദേഹത്തോട്. എനിക്ക് എന്നെ പറയണ്ട, ഞാൻ സുചേട്ടൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞപ്പോ സുചേട്ടൻ കുറെ നേരം ഇങ്ങനെ നിന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യം വെച്ചിട്ട് എന്നെ വഴക്ക് പിടിക്കും. സുചേട്ടനോടൊപ്പം ഞാൻ പറയുമല്ലോ. കേട്ടില്ലേ, എന്തൊരു അഹങ്കാരമാണല്ലേ. സ്വന്തം, ഞാൻ ആദ്യം പറഞ്ഞ സ്വന്തം കെട്ടിയവൻ്റെ മരണം വിറ്റ് ജീവിക്കുന്ന, ആസ്വദിച്ച് ജീവിക്കുന്ന, എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ രേണുസുധി. ഇത് വലിയ കോണ്ടന്റ് ഒന്നും അല്ല, പക്ഷേ ഇത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. കാരണം എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സങ്കടം തോന്നി. കാരണം പിന്നെ പുള്ളിയുടെ ഒരു ഓർമ്മയിലേക്ക് അവർ തിരിച്ചു പോയിട്ട് ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്ന സിനിമയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുന്നൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ സ്വന്തം ഹസ്ബൻഡിൻ്റെ മരണം വിറ്റ് ജീവിച്ച് അത് പൈസയാക്കി റീച്ചാക്കി ഒരു നെഗറ്റീവ് ഇതിലൂടെ ജീവിച്ചു പോകുന്ന ഈ ഒരു രേണുസുധിനെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഈ രേണുസുധിയെ കൊണ്ടല്ലോ ഇവരെയൊക്കെ കണ്ട് പഠിക്കണം, അതാണ് വേണ്ടുന്നത്. ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് തൻ്റെ പ്രാണനായിട്ട് കൂടെ നിന്ന ആ ഒരു വ്യക്തി മരണപ്പെട്ട് പോകുമ്പോഴത്തേക്ക് മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ടും ആ വ്യക്തിയെ എങ്ങനെ നെഞ്ചിലേറ്റി നടക്കണം എന്ന് കാണിച്ചു തരുന്നൊരു വീഡിയോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി കേട്ടോ. അവർ ആ സങ്കടം കണ്ടപ്പോഴേ പൊട്ടിക്കരയുവാണ്. ആ മുഖം വന്നിട്ട് അവരെ ചേർത്ത് പിടിക്കുവാണ്. എത്ര വയസ്സുണ്ട്, കൊച്ചു ചെറുക്കനാണ്, കൊച്ചു പയ്യനാണ്. ആലോചിച്ച് നോക്കി, 2 കൊച്ചു പിള്ളേരാണ്. ഭയങ്കര സങ്കടമായിപ്പോയി. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അപ്പോൾ ഇത്
എനിക്കൊന്ന് അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നൊരു ഒരു കോണ്ടന്റ് ആക്കി അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കോണ്ടന്റ് ഒന്നും അല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് പറയണം തോന്നി ഈ ഒരു രേണുസുതിയുമായിട്ട് ഇവരെ ഒന്ന് കമ്പയർ ചെയ്യുന്നു. അപ്പം ഇതിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.